സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ അക്രമക്കേസിൽ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നേരത്തെ കേസെടുത്തിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ വീട്ടിലെത്തിയാണ് പോലീസിന്റെ നടപടി. കേസിൽ 4ാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരത്ത് MG പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രതീഷ്, കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവനന്തപുരത്തെ കൊണ്ടുപോകുമെന്നാണല്ലോ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇതുവരെയുള്ള വിവരം. മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷവും അതുമായി ബന്ധപ്പെട്ടെടുത്ത കേസിലുമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിതമായാണ് കന്റോൺമെന്റ് പോലീസ് രാവിലെ അടൂരിലെ വീട്ടിലെത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വലിയ വ്യാപകമായ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം, പൊതുമുതൽ നശിപ്പിക്കുന്ന അടക്കമുള്ള ഒരു സംഘർഷമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ 1ാം പ്രതിയാക്കിയായിരുന്നു കേസെടുത്തിരുന്നത്. പ്രതിപക്ഷ നേതാവിന് പുറമെ M വിൻസെന്റ് MLA ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരെ പ്രതി ചേർത്ത് കേസെടുത്തിരുന്നു. ഒപ്പം 24 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. 4ാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പത്തനംതിട്ടയിലെ വീട്ടിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഇടയിൽ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. വലിയ തരത്തിൽ പോലീസുമായി ഒരു സംഘർഷം ഉണ്ടായിരുന്നു. ഒപ്പം 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗുരുതരമായ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കന്റോൺമെന്റ് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും പിന്നീട് ഈ അറസ്റ്റ് ചെയ്തവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോട് കൂടിയാണ് കന്റോൺമെന്റ് പോലീസ് വീട്ടിലെത്തുകയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസ് ഈ അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് രാഹുലിനെ എത്തിക്കുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ സമയത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് അണികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അകാരണമായി ഇത്തരത്തിൽ സർക്കാരിനെതിരായ പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇത് ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലേക്കും കൂടുതൽ ശക്തമായ മറ്റൊരു പ്രതിഷേധങ്ങളിലേക്കും പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ്, പ്രതിപക്ഷ നേതാവ് 1ാം പ്രതിയായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ മാനം പോലും ഈ പോലീസിന്റെ നടപടിക്ക് എതിരെ ഉണ്ടാകും. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ അടക്കം പ്രതികരണങ്ങൾ വരാനുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ വിദേശത്താണ്. വാർത്താക്കുറിപ്പായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. എന്തായാലും അണികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. തിരുവനന്തപുരത്ത് എത്തിക്കുകയാണെങ്കിലും വലിയ പ്രതിഷേധ സാധ്യതയും ഈ കേസുമായി ബന്ധപ്പെട്ടും പോലീസിന്റെ നടപടിയുമായി ബന്ധപ്പെട്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. എന്തായാലും പോലീസിൻ്റെ നടപടി കടുത്ത പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നാളെ മന്ത്രിയായി കഴിഞ്ഞ് ഇതേ പോലീസ് തന്നെ അദ്ദേഹത്തിൻ്റെ സല്യൂട്ട് ചെയ്യും, സന്തോഷത്തോടെ അവരിത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയമായ സഹിഷ്ണുത ഈ നേതൃത്വങ്ങൾക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ട് നമുക്ക് ഇതിനെ കാണാം. രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്തി അല്ലെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ചുമത്തി ഈ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ പോലീസ് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ പോലീസ് കുറച്ച് കാലമായി പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താ പറയുക. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.